ലോക്സഭാ തിരഞ്ഞെടുപ്പിനായി പോരാട്ടത്തിനൊരുങ്ങി ഇടതുപക്ഷം. കേരളത്തിൽ തിരഞ്ഞെടുപ്പ് ചിത്രം തെളിയുകയാണ്. തിരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് മുൻപ് തന്നെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ച് ഇടതുപക്ഷം സംസ്ഥാനത്ത് ആദ്യ മുൻതൂക്കം നേടുകയാണ്. 15 സീറ്റുകളിലേക്കുള്ള സ്ഥാനാർത്ഥികളെ കൂടി പ്രഖ്യാപിച്ചതോടെ കേരളത്തിലെ 20 സീറ്റുകളിലും LDF തിരഞ്ഞെടുപ്പിന് ഒരുങ്ങി. കേരളത്തിലെ സീറ്റുകളിൽ മത്സരിക്കുന്ന 4 സ്ഥാനാർത്ഥികളെ കഴിഞ്ഞ ദിവസം CPI പ്രഖ്യാപിച്ചിരുന്നു. ഒരാഴ്ച മുമ്പ് കോട്ടയത്ത് ഇടത് സ്ഥാനാർത്ഥിയായി തോമസ് ചാഴിക്കാടനെ കേരള കോൺഗ്രസ് മാണി വിഭാഗവും പ്രഖ്യാപിച്ചിരുന്നു. ആറ്റിങ്ങലിൽ വി ജോയ്, തിരുവനന്തപുരത്ത് പന്ന്യൻ രവീന്ദ്രനും, കൊല്ലത്ത് M മുകേഷും, മാവേലിക്കരം CA അരുൺകുമാർ, പത്തനംതിട്ടയിൽ ഡോക്ടർ TM തോമസ് ഐസക്, ആലപ്പുഴയിൽ AM ആരിഫ്, കോട്ടയത്ത് തോമസ് ചാഴിക്കാടൻ, ഇടുക്കിയിൽ ജോയ്സ് ജോർജ്, എറണാകുളത്ത് KJ ഷൈനും, ചാലക്കുടിയിൽ C രവീന്ദ്രനാഥ്, തൃശൂരിൽ VS സുനിൽകുമാർ, ആലത്തൂരിൽ K രാധാകൃഷ്ണൻ, പാലക്കാട് A വിജയരാഘവൻ, പൊന്നാനിയിൽ KS ഹംസ, മലപ്പുറത്ത് V വസീഫ്, കോഴിക്കോട് എളമരം കരീം, വയനാട് ആനിരാജ, വടകരയിൽ KK ശൈലജ, കണ്ണൂരിൽ MV ജയരാജൻ, കാസർകോട് MV ബാലകൃഷ്ണൻ എന്നിങ്ങനെയാണ് LDF സ്ഥാനാർത്ഥി പട്ടിക. 20 സീറ്റുകളിലേക്കും സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ച തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ LDF മുൻതൂക്കം നേടുമ്പോൾ UDFൽ കോട്ടയം, കൊല്ലം സീറ്റുകളിൽ മാത്രമാണ് സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചിട്ടുള്ളത്. UDF സ്ഥാനാർത്ഥിയായി കഴിഞ്ഞ മാസം മത്സരിച്ച് ജയിച്ച ചാഴിക്കാടനെ നേരിടാൻ ഫ്രാൻസിസ് ജോർജിനെയാണ് കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗം കളത്തിലിറക്കിയിരിക്കുന്നത്. RSPയുടെ സീറ്റായ കൊല്ലത്ത് NK പ്രേമചന്ദ്രൻ തന്നെ. കോൺഗ്രസ് സിറ്റിംഗ് MPമാർക്ക് വീണ്ടും അവസരം നൽകുമെന്നാണ് പൊതുവെയുള്ള വിലയിരുത്തൽ. ഇത്തവണ മത്സരത്തിനില്ലെന്ന തീരുമാനം പിൻവലിച്ചുകൊണ്ട് K സുധാകരൻ കണ്ണൂർ സ്ഥാനാർത്ഥിയായേക്കുമെന്നാണ് ഒടുവിൽ പുറത്തുവന്ന സൂചനകൾ. സീറ്റിംഗ് MPമാരെല്ലാം മത്സരം രംഗത്തുണ്ടാകുമെന്നാണ് സ്ഥിരീകരിക്കാത്ത വിവരം. വയനാട്ടിൽ രാഹുൽ ഗാന്ധി മത്സരിക്കുന്നതിലും വ്യക്തത കൈവന്നിട്ടില്ല. കഴിഞ്ഞ തവണ കൈവിട്ട ആലപ്പുഴ മണ്ഡലം തിരിച്ചുപിടിക്കാനായി KC വേണുഗോപാൽ കേരള രാഷ്ട്രീയത്തിലേക്ക് മടങ്ങിയെത്തുമോ എന്ന ആകാംക്ഷയും നിലനിൽക്കുന്നുണ്ട്. KC വേണുഗോപാൽ സ്ഥാനാർത്ഥിയായാൽ ആലപ്പുഴയിലും മത്സരം കടുക്കുമെന്ന് കരുതാം. 2014 20,000-ഓളം വോട്ടിന്റെ ഭൂരിപക്ഷത്തിലായിരുന്നു KC വേണുഗോപാലിന്റെ വിജയം. 2019 AM ആരിഫിലൂടെ മണ്ഡലം CPM തിരിച്ചുപിടിക്കുകയായിരുന്നു. ലീഗിന്റെ 3ാം സീറ്റ് ആവശ്യത്തിൽ അന്തിമ തീരുമാനമാകാത്തതാണ് കോൺഗ്രസിന്റെ സീറ്റ് നിർണയം വൈകാനുള്ള പ്രധാന കാരണങ്ങളിലൊന്നായി കണക്കാക്കപ്പെടുന്നത്. 3ാം സീറ്റിൽ കഴിഞ്ഞ ദിവസമായിരുന്നു ലീഗ് കോൺഗ്രസ് നേതൃത്വത്തിൽ ചർച്ച നടത്തിയത്. ചർച്ചയിലെല്ലാം പോസിറ്റീവാണെന്നായിരുന്നു മുസ്ലിം ലീഗ് ദേശീയ ജനറൽ സെക്രട്ടറി K കുഞ്ഞാലിക്കുട്ടിയുടെ പ്രതികരണം. സീറ്റ് നിർണയത്തിൽ പാണക്കാട് വെച്ച് ഇന്ന് തീരുമാനം ഔദ്യോഗികമായി പ്രഖ്യാപിച്ചേക്കും. പരമാവധി സീറ്റുകൾ നേടുക എന്ന ലക്ഷ്യത്തോടെ സീനിയേഴ്സിനെ LDF കളത്തിലിറക്കുമ്പോൾ സ്ഥാനാർത്ഥി തിരഞ്ഞെടുപ്പിൽ അതീവ സൂക്ഷ്മതയോടെയാകും കോൺഗ്രസിന്റെ നീക്കം. കാരണം കഴിഞ്ഞ തവണ കോൺഗ്രസിന് രാജ്യത്ത് ആകെ ലഭിച്ച 52 സീറ്റുകളിൽ 15 എണ്ണവും കേരളത്തിൽ നിന്നായിരുന്നു. ലോക്സഭയിലെ കോൺഗ്രസിന്റെ MPമാരിൽ 30% പങ്കുവഹിക്കുന്നത് കേരളമാണെന്ന് സാരം. ഇത് ഇത്തവണയും ഉറപ്പാക്കുക എന്ന ഉത്തരവാദിത്തം കോൺഗ്രസിനുണ്ട്. LDFന്റെ ശക്തരായ സ്ഥാനാർത്ഥികളെ നേരിടാൻ ഇത്തവണ രാഹുൽ തരംഗം കൂട്ടിനില്ലെന്ന ബോധ്യവും കോൺഗ്രസിനുണ്ടാകും. അതിനാൽ MPമാരുടെ പ്രവർത്തനം പരിശോധിച്ചും ജയസാധ്യത പരിഗണിച്ചും സ്ഥാനാർത്ഥി പട്ടികയിൽ ട്വിസ്റ്റുകൾ കൊണ്ടുവരാനും കോൺഗ്രസ് മുതിർന്നാൽ അത്ഭുതപ്പെടേണ്ടതില്ല. സംസ്ഥാനത്ത് BJPയുടെ കാര്യവും വ്യത്യസ്തമല്ല. തൃശൂരിൽ സുരേഷ് ഗോപി ആയിരിക്കും മത്സരിക്കുക എന്നത് ഔദ്യോഗികമായി പ്രഖ്യാപിച്ചെങ്കിലും ഏറെക്കുറെ ഉറപ്പിച്ച സ്ഥാനാർത്ഥിത്വമാണ്. മറ്റ് മണ്ഡലങ്ങളിൽ ഇത്തരത്തിലുള്ള സൂചനകൾ പോലും ഇതുവരെ പ്രത്യക്ഷത്തിലില്ല.